ലക്കി ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉറക്കമൊക്കെ ഞാൻ താമസിച്ചില്ലെങ്കിൽ 8:30 എണീക്കുന്നത് ഗൈസ്. ഇന്ന് 6:30 ആയപ്പോൾ ചേട്ടൻ മുന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ എണീക്കണം, ബന്ധുക്കളെല്ലാം എന്താ ഇനിയിപ്പോൾ വരും, ഫ്രണ്ട്സ് എല്ലാം വരും എന്ന് പറഞ്ഞു. അവിടെ ചേട്ടൻ നെയ്റ്റിങ്ങിൽ വരെ പോയിരിക്കുകയാണ് ചേട്ടൻ്റെ ഒരു സാറിനെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ നേരത്തെ എണീറ്റു, 6:30 എണീറ്റ് ഗൈസ്. അപ്പം ഇന്ന് താഴെ എല്ലാം പോയി നമുക്ക് അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ എന്താണ് ചെയ്യുന്നത് നോക്കല്ലേ. എന്താ കുരുക്കങ്ങളാണോ, ടെൻഷനുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം മൊത്തം. രാവിലെ അമ്മയും ചേച്ചിക്ക് നേരത്തെ ഉറക്കണേറ്റുണ്ട്. അവരവരെ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ ഭൂകമ്പോ മഴയൊക്കെ ഉണ്ടാവും. അവരെല്ലാവരുടെ ജോലി തുടങ്ങി. ലക്കി എണീറ്റ് അയച്ച് ലക്കിയിട്ട് ഉറക്കം. ചേട്ടൻ്റെ സാറിനെ വിളിക്കാൻ വേണ്ടി രാവിലെ പോയി. അത് എന്നെ വിളിച്ച് ഉണർത്തിയിട്ടാണ് പറഞ്ഞിട്ട് പോയത്, നീ നേരത്തെ നിൽക്കണ റെഡി ആവണമെന്നൊക്കെ പറഞ്ഞു. ലക്കിട്ട് രാവിലെ ഉറക്കം കേട്ടോ. നേടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ. ഇനി അവനെ ശല്യപ്പെടുത്തണ്ട. രാവിലെ കുറച്ച് ജോലിയുണ്ട്. ഒന്ന് പല്ലൊന്നും തേക്കണം, ഒന്ന് മുഖക്കൊന്ന് ഫ്രഷ് ആവണം. പോയിട്ട് വരുന്നു ഗൈസ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടപ്പനായില്ലേ. അപ്പോൾ വീണ്ടും ഒരു കുരിശടി ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് നേരത്തെ വീഡിയോസിലൊക്കെ ചേട്ടൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും ചേട്ടാ കുരിശടി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളില്ലേ. ചിലവർക്ക് ക്ഷേത്രത്തിലായിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും അങ്ങനെ. അതുപോലെ എനിക്ക് ആ കുരിശടി പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമെന്ന് കൊച്ചിലോട്ട് വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ആ കുരിശടിയിലങ്ങ് പോയി പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചി അമ്മയൊക്കെ താഴെയൊക്കെയാണ്. അവരൊക്കെ ഫുഡൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ആ കുരിശടി ഇരുന്ന് പോയിട്ട് വരാം. കുരിശടി എത്തിയിട്ടുണ്ട്. നമ്മൾ എഴുതിയില്ല വാങ്ങി പ്രാർത്ഥിക്കുകയാണ്. വീട്ടിൽ പോവാം. പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ 2 ആർമി വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ഇനി അകത്തോട്ട് പോയി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഇതായിരുന്നു. ചേട്ടൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിംബ ഒരാളെ കാണിച്ചു തരാം. സിംബ കണ്ടോ. ചേട്ടൻ പട്ടിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി സിംബയൊക്കെ തുറന്നിട്ടുണ്ട്. ലക്കി ഭയങ്കര പേടിയാണ്. ലക്കി ഓട്ടത്തോടെ. ലക്കി ഹായ് പറ. ലക്കി ഹായ്. ഒരു ഹായ് കൂടെ പറ ലക്കി. ഹായ്. തന്നെ ഭയങ്കര സങ്കടമാണ് കണ്ടോ. രാവിലെ മഴയോടെ കിട്ടണം. ഇന്ന് ഫോട്ടോഷൂട്ടൊക്കെ എന്താവും നീ കണ്ടിട്ട് സഹിക്കുന്നില്ല. എൻ്റെ ഫോട്ടോഷൂട്ട് ഒന്നും കൊളാവില്ലേ. മഴയൊന്നും തീർന്നെങ്കിൽ മതിയായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് ദീപു. ചേട്ടനോട് വർക്ക് ചെയ്യുന്നതാണ്. ദീപുവിൻ്റെ കൂട്ടുകാരനാണ് രാഹുൽ. അത് പറയണ്ടല്ലോ ജിനി ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ കണ്ട. രാവിലെ തന്നെ കാപ്പി കുടിക്കാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ലക്കിയുണ്ട്. ലക്കി ഇങ്ങോട്ട് ഒരു ഹായ് പറ. അങ്ങനെ സമയമില്ല. ലക്കി ഭയങ്കര ബിസി ചെയ്യുന്നു കഴിക്കുന്ന ടൈമിൽ. ഞാനൊന്ന് ഫുഡൊന്ന് കഴിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് റെഡി ആയിട്ടൊക്കെ പോരാ. കണ്ടോ ചുണ്ടിൽ ലിബാൻ വിടാം. ചിരി അതാ ഇവൻ്റെ നമ്മളെ അടുത്ത് പോകും. എല്ലാവരും ഉണ്ട്. നട്ടുപോയി വീണ്ടും വന്ന് എന്നാ എന്തേ എല്ലാവരും കവർ ചെയ്യണം. മാമൻ തോന്നിപ്പോവും.
NCS Tamil BGM. NCS Tamil BGM. അത്ര സ്പീഡ് ഞാൻ റേസ് ചെയ്തിട്ട് NCS Tamil BGM. 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 അങ്ങോട്ട് പോകുന്നേ NCS Tamil BGM. NCS Tamil BGM. NCS Tamil BGM.
NCS Tamil BGM. NCS Tamil BGM. Lagi. Aman ya? Meron. NCS Tamil BGM. Okay. അപ്പോൾ ഗായ്സ് കിച്ചുവിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എൻഗേജ്മെൻ്റ് എടുത്തതാണ്. സത്യം പറയാൻ നമ്മൾ എൻഗേജ്മെൻ്റ് എടുക്കാമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു ചടങ്ങ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ചേട്ടൻ പോകാനുള്ള ദിവസമായി. മാത്രമല്ല ഇപ്പം ചിങ്ങം നല്ലൊരു എന്താ പറയുക നല്ലൊരു മാസമായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഒന്ന് എൻഗേജ്മെന്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ പബ്ലിസിറ്റിയായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് നമ്മൾ ബന്ധുക്കൾ മാത്രം വെച്ചാണ് നമ്മൾ ചെയ്തത് തന്നെ. പിന്നെ എന്താന്ന് പറയാൻ കിച്ചു കല്യാണം കഴിക്കാൻ പോണ കൊച്ചിന്റെ പേര് അനു എന്നാണ്. നീ എന്നെ പറഞ്ഞു അനു ആണ്. അപ്പം അവളുടെ ഡ്രസ്സൊക്കെ ചെയ്തത് ഡിസൈൻ വർക്ക് നിങ്ങൾ കണ്ടോ. എല്ലാവർക്കും ഡ്രസ്സ് ഇഷ്ടപ്പെടാതിരിക്കൂല. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ചെയ്തത് നമ്മളെ നോവ ബൊട്ടിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെ ബ്രാഞ്ച് ഇവിടെ തിരുമല, കാട്ടാക്കട, പിന്നെ പട്ടത്തും ഉണ്ട്. അപ്പം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സ്റ്റാർട്ടിങ് ഒക്കെ എന്ന് പറയുമ്പം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരും. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ വേറെ ഇനി വീഡിയോസ് വരാനുണ്ട്. പാർട്ട് 2 ആയിട്ട്. ഇത് പാർട്ട് 1 ആണ്. ഇനി ഫോട്ടോഷൂട്ടിന്റെ വീഡിയോസും പിന്നെ മോതിരെടുക്കാൻ പിന്നെ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല. കാരണം അതിനുള്ള സമയം പോലും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.